ഓക്കെ, ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ കെ പി ഫാബിയാൻ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ പി ഫാബിയാൻ, ഇപ്പോൾ ലോകം ആശ്വാസകരമായ വാർത്തയ്ക്കായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മധ്യസ്ഥ ശ്രമം ഫലം കണ്ടു എന്ന് തന്നെ പറയാമല്ലേ? എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വെടിനിർത്തൽ കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവുന്നില്ല. ഇസ്രയേൽ 600 ട്രക്സ് ഒരു ദിവസം അനുവദിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗാസയിലെ യഥാർത്ഥ സ്ഥിതി അവരുടെ താമസിക്കുന്ന വീടുകളെല്ലാം മിക്കവാറും നശിച്ചിരിക്കുകയാണ്. അവിടെ വാട്ടർ പവർ അത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാലസ്തീനിയൻസിന് ഇപ്പോൾ നോർത്ത് ഗാസയിലേക്ക് പോകാൻ സാധിച്ചാൽ തന്നെയും അവരൊരുപാട് മിസറബിളായിട്ടായിരിക്കും ജീവിക്കാൻ പോവുക. അതൊന്ന്. രണ്ടാമത്, ഇത് 3 ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ഘട്ടമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് കുറച്ച് ഹോസ്റ്റേജിന് കിട്ടുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഇങ്ങനെ തീരുമാനമുണ്ടായത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇസ്രയേലിന്റെ ജനസൈഡൽ വാർ തൽക്കാലത്തേക്ക് നിന്നു. അതായത് കെ പി ഫാബിയൻ, തൽക്കാലത്തേക്ക് സൈന്യം പിൻവാങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്ഥിതിഗതികൾ പക്ഷേ കുറച്ച് സമയമെടുക്കും പഴയ രീതിയിലാകാൻ. ഓരോ ഘട്ടമായി തന്നെ സൈന്യത്തെ പിൻവലിക്കാനുള്ള നടപടിയാണോ? ഇപ്പോൾ തൽക്കാലം സൈന്യം പിൻവാങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, തൽക്കാലം എന്താ പറയുക, സീസ് ഫയർ ഉണ്ടാവും. അതേ സമയത്ത് തന്നെ ഒരു സംഖ്യ ഹോസ്റ്റേഴ്സിനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ കൂടുതൽ ഹോസ്റ്റേഴ്സിനെ ഫ്രീ ആക്കും. അതേസമയത്ത് തന്നെ കൂടുതൽ ആലോചനകൾ ഉണ്ടാകും. അപ്പോൾ ഇത് വളരെ ഇഫി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് ഈ ജനസൈഡൽ വാറിന് ഒരു നിർത്തൽ വന്നത് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ നന്ദി ശ്രീ കെ പി ഫാബിയാൻ പ്രതികരിച്ചതിന്.